അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ആധിപത്യത്തിനും യുഎസ് ഡോളറിന്റെ കുത്തകയ്ക്കും ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്ന ആഗോള കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ബ്രിക്സ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന നടപ്പിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അമേരിക്കയെ വല്ലാതെ ഭീതിപ്പെടുത്തുകയാണ്. ലോകരാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ ഒരു പോലീസ് കളി അല്ലെങ്കിൽ ഞങ്ങൾ ശക്തികളാണ് എന്ന് പറയുന്നതും അവരുടെ ഡോളർ മൂല്യം വർദ്ധിപ്പിക്കാൻ ട്രംപ് ചില കളികൾ കളിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കൊക്കെ എതിരെ ഒരു വിലങ്ങ് തടിയായിട്ട് ഇപ്പോൾ ബ്രിക്സ് മാറാൻ പോവുകയാണ് എന്നുള്ളതാണ്. ലോക ജനസംഖ്യയുടെ പകുതിയോളം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു പങ്കും കൈയാളാവുന്ന ഈ ഒരു സഖ്യം ഒരു ഏകധ്രുവ ലോകത്തിന് പകരം എല്ലാ രാജ്യങ്ങൾക്കും തുല്യ ശക്തിയുള്ള ഒരു ബഹുധ്രുവ ലോകക്രമം ലക്ഷ്യമിടുകയാണ്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. പണം കൊണ്ടും ആക്രമണം കൊണ്ടും ഒരു രാജ്യത്തെ അങ്ങനെ തകർക്കാൻ കഴിയില്ല എന്ന് ബ്രിക്സ് പറയുമ്പോൾ അമേരിക്കയുടെ നട്ടരുടിയുകയാണ്. കാരണം അമേരിക്ക കാലാകാലങ്ങളായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉടനടി വന്ന് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ചില നിബന്ധനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റണം എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല അമേരിക്കയ്ക്ക് അത് മാറ്റാൻ. കാരണം അമേരിക്ക കെട്ടിപ്പടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. കൊന്നൊടുക്കിയും ആക്രമണങ്ങൾ നടത്തിയും പിടിച്ചെടുത്തും ഒക്കെ കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. അത് അത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ബ്രിക്സ് ഒരുങ്ങുന്നത്. അതായത് ഇനി അങ്ങനെ സംഭവിക്കില്ല. അതായത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ വേണം. ഒരു രാജ്യങ്ങളെ അങ്ങനെ ആക്രമിച്ച് അല്ലെങ്കിൽ അവരെ പിടിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്ന ബ്രിക്സ് കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെയാണ് ട്രംപ് ഏറ്റവും വലിയ പതറുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. എന്തായാലും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന രീതിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി സ്വന്തം ഇഷ്ടങ്ങൾ നടക്കില്ല എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളും കാലാകാലങ്ങളായിട്ട് നടത്തിയ വെട്ടിപ്പിടിക്കലും എല്ലാം ഈ ഒരു രാജ്യങ്ങൾ അതിനെ നോക്കിക്കാണുന്നുണ്ട്. മാത്രമല്ല ബ്രിക്സ് അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ ഇനി ട്രംപിന് ഇത്തരം രീതിയിൽ കടന്നു പോകാനാകും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബ്രിക്സ് കൂട്ടായ്മ കൂടുതൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന ഒരു ആഗോള ക്രമം കെട്ടിപ്പടുക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇനി മാത്രമല്ല വികസന രാജ്യങ്ങളുടെ ആവശ്യങ്ങളും ശബ്ദവും ലോകവേദിയിൽ എത്തിക്കാൻ ബ്രിക്സ് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ നിലവിലെ യുദ്ധങ്ങളും തർക്കങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും മാത്രമേ പരിഹരിക്കാനാകൂ എന്നാണ് മോദി ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ ഇതൊന്നുമല്ല ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇനി മുന്നോട്ട് അതായത് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന ചില പ്രധാന നീക്കങ്ങൾ അമേരിക്കയുടെ അഹങ്കാരത്തിന് മേൽ വീണ തീക്കനലാണ്. അതായത് ഒന്നാമത്തെ കാര്യം ബ്രിക്സ് മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് യുഎസ് ഡോളറിന്റെ കുത്തക തകർക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം യുഎസ് ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക, വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക, എല്ലാവരെയും അടിച്ചേൽപ്പിക്കുക, സമ്മർദ്ദത്തിലാക്കുക. ഈ പണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എണ്ണ വാങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ ഡോളർ വാങ്ങിപ്പിക്കുന്ന ഒരു രീതി ട്രംപിനുണ്ടായിരുന്നു അല്ലെങ്കിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. ആ രീതി മാറ്റണം, ആ ഒരു കുത്തക തകർക്കണം എന്നാണ് ബ്രിക്സ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ പണത്തിന് മൂല്യമുണ്ട് എന്ന രീതിയിൽ വേണം ഇനി കൈകാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് ബ്രിക്സ് ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ആഗോള വ്യാപാരത്തിൽ യുഎസ് ഡോളറിനുള്ള അമിത സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ബ്രിക്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സ്വദേശി കറൻസിയിലെ വ്യാപാരം നോക്കാം. ഇന്ത്യയും ചൈനയും റഷ്യയും അതുപോലെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളറിന് പകരം അവരുടെ സ്വന്തം കറൻസികളായിട്ടുള്ള രൂപ, റൂബിൾ, യുവാൻ എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ പ്രശ്നം നടന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മൂല്യങ്ങളൊക്കെ കൂടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഇപ്പൊ ഈ ഇന്ത്യയും റഷ്യയും ചൈനയൊക്കെ എണ്ണ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പക്കലുള്ള ഇപ്പോൾ ഇന്ത്യൻ റുപ്പി അതുപോലെ തന്നെ റൂബിൾ, യുവാൻ, അതായത് അവരുടെ രാജ്യത്തുള്ള പണം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബ്രിക്സ് പറയുന്ന ഒരു ബ്രിക്സ് പേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനത്തിന് പകരമായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾക്കായിട്ട് സ്വന്തം ഡിജിറ്റൽ പോയിന്റ് ശൃംഖല വികസിപ്പിക്കുക എന്നതാണ് ബ്രിക്സ് പേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ തന്നെ പറയുന്നതാണ് ഒരു ബ്രിക്സ് കറൻസി. അതായത് പുതിയൊരു ബ്രിക്സ് കറൻസി വേണം. ഭാവിയിൽ വ്യാപാരത്തിനായിട്ട് സ്വർണത്തിന്റെയോ മറ്റു മൂല്യമേറിയ വസ്തുക്കളുടെയോ പിന്തുണയോടെയുള്ള ഒരു പൊതു കറൻസി രൂപീകരിക്കുന്നതിനെ കുറിച്ചും ഇവർ ആലോചിക്കുന്നുണ്ട്. ഇനി ലോക ബാങ്കിന് പകരക്കാരൻ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ലോക ബാങ്ക്, അതായത് വേൾഡ് ബാങ്ക്
അന്താരാഷ്ട്ര നാണയനിധി എന്നിവയ്ക്ക് പകരമായിട്ട് ബ്രിക്സ് സ്വന്തമായിട്ട് ഒരു ബാങ്ക് രൂപീകരിച്ചു. അത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കും. ഇനി അതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസന രാജ്യങ്ങളിലെ റോഡുകൾ, പാലങ്ങൾ, ഊർജ്ജ പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങൾ കടുത്ത നിബന്ധനകളില്ലാതെ വായ്പ നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ അല്ല ആ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ചൈനയിലെ ഷാങ്ഹാങ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു ബാങ്ക് ഇതിനോടകം തന്നെ കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികൾ ധനസഹായം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് അതും ബ്രിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഗ്ലോബൽ സൗത്ത് വികസന രാജ്യങ്ങളുടെ സഖ്യം, അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 സഖ്യം ധനിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെങ്കിൽ ബ്രിക്സ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ മേഖലകളിലെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ശബ്ദമാണ്. ലോക ജനസംഖ്യയുടെ 45% ആഗോള GDPയുടെ ഏകദേശം 35% ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ പക്കലാണ്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രിക്സിന്റെ വിപുലീകരണമാണ്. അതായത് വിപുലീകരണ ഒരു സസ്പെൻസ്. അമേരിക്കൻ വിരുദ്ധ ചേരി ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥാപക രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ശക്തരായിട്ടുള്ള രാജ്യങ്ങളെ ഈ ഒരു സഖ്യത്തിലേക്ക് അടുത്തിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അതായത് അമേരിക്കയുടെ ചില കാര്യങ്ങൾ ഒന്നും വില പോകില്ല. അമേരിക്കൻ വിരുദ്ധ ചേരികളിലെ അല്ലെങ്കിൽ ആ ഒരു ചേരി ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക നടത്തുന്ന അതായത് ചില കാര്യങ്ങൾ, അതായത് ഈ പറയുന്നത് പോലെ തന്നെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക, അവരുടെ ഡോളർ മാത്രം ഉപയോഗിക്കുക എന്നീ കാര്യങ്ങളൊക്കെ അമേരിക്ക നടത്തുന്ന ചില വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ചേരികളിലേക്ക് ഒരു മതിൽ കൊണ്ടുവന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക. അപ്പം എന്നീ സ്ഥാപക രാജ്യങ്ങൾക്ക് പുറമെ കൂടുതലായിട്ടുള്ള രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിപുലീകരണം ആഗോള എണ്ണ വിപണിയിലെ അമേരിക്കൻ സ്വാധീനം വലിയ തോതിൽ കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ബ്രിക്സിന്റെ ചില നയങ്ങൾ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കാരണം അമേരിക്ക ലോക പോലീസ്, ലോക ശക്തി, ആധിപത്യം, വലിയ രീതിയിലുള്ള നീക്കങ്ങൾ, ഞങ്ങളാണ് ലോകത്തിന്റെ ഏറ്റവും അത്യുന്നതയിൽ ഇരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു അമേരിക്കയുടെ കാര്യങ്ങളെ ഓരോ പടിപടി പോലെ താഴേക്ക് ഇറക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മ എടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചൈനയിൽ പോയി 2 ദിവസം അവിടെ സന്ദർശനം നടന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെയാണ് ട്രംപ് തിരികെ വന്നത്. കാരണം യാതൊരു കരാറിലും ചൈന ഒപ്പുവെച്ചിട്ടില്ല. അതായത് ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്തായിരുന്നു സംഭവം? 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ പ്രധാന കരാറുകളിലൊന്നും ഒപ്പുവെച്ചിട്ടില്ല. ഇറാൻ വിഷയത്തിലും ചൈനീസ് പിന്തുണ ഉറപ്പാക്കാനാകാതെയാണ് ട്രംപ് US-ലെത്തിയത്. അതായത് അവിടെ പോയി കുറെ കരാറുകൾ ഒപ്പിച്ചു, ഇറാനുമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് സംസാരിച്ചു, അത്തരം യുദ്ധം ഇനി പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ആ കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന ഈ ചൈന മുന്നോട്ടുള്ള ഒരു നീക്കങ്ങളോ അല്ലെങ്കിൽ കരാറുകളിൽ ഒപ്പുവെക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. വൻ വിജയം എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ചൈനയിൽ 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ പ്രധാന കരാറുകളിലൊന്നും തന്നെ ചൈന ഒപ്പുവെക്കാൻ നിന്നില്ല. ഇറാൻ വിഷയത്തിലും ചൈനീസ് പിന്തുണ ഉറപ്പാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ചർച്ച വൻ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇറങ്ങി വന്നത്. പക്ഷെ അത് പറയുമ്പോഴും വല്ലാത്ത ആശങ്ക ഇപ്പോൾ ഉണ്ട്. കാരണം ഒന്ന് ബ്രിക്സ്, 2 ഈ പറയുന്നത് പോലെ തന്നെ ചൈനയായിട്ട് പോയിട്ട് ഇറാൻ യുദ്ധത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കരാറുകളൊക്കെ കൊടുത്തു, അത്തരം കരാറുകളിൽ ഒപ്പുവെച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം പ്രധാന കരാറുകളില്ലാതെ അവസാനിച്ചത് പാശ്ചാത്യ ആധിപത്യത്തിനെതിരെയുള്ള ബ്രിക്സ് സഖ്യത്തിന്റെ നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നതായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാൻ വിഷയത്തിൽ ചൈനീസ് പിന്തുണ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട ട്രംപ് ചർച്ച വൻ വിജയമായിരുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിലും ആഗോള നയതന്ത്രത്തിൽ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായിട്ട് ഈ ഒരു സന്ദർശനം മാറി എന്നുള്ളതാണ്. കാരണം ഈ ഒരു സന്ദർശനത്തിൽ അമേരിക്കയ്ക്കോ ട്രംപിനോ യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. 2 ദിവസം അവിടെ പോയി നിന്നു കണ്ടു വന്നു എന്നല്ലാതെ അമേരിക്ക പറഞ്ഞ കരാറുകളോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ശരിവെക്കാൻ ചൈന തയ്യാറായില്ല എന്നുള്ളതാണ്. ഇത് ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റഷ്യ, ചൈന, ഇന്ത്യ, ആഫ്രിക്ക എന്നീ ഈ പറയുന്ന സ്ഥാപക രാജ്യങ്ങളാണ് ബ്രിക്സിന്റെ ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. അപ്പോൾ അവര് ഈ ഒരു കൂട്ടായ്മ വെക്കുന്ന സമയത്ത് തന്നെ അവർ ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അമേരിക്ക നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അത്തരം രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ വീണ്ടും ചൈനയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റിനെ കാണാം. പക്ഷെ അവിടെ ഒന്നും തന്നെ
നടന്നില്ല എന്നുള്ളതാണ്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശന പരാജയവും ബ്രിക്സിന്റെ വളർച്ചയുമാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഇതൊരു നിർണായക നീക്കമാണ്. കാരണം ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായങ്ങൾ തേടി അല്ലെങ്കിൽ കരാറുകൾ ഒപ്പുവെക്കാൻ വേണ്ടി ട്രംപ് ചൈനയിലേക്ക് പോകുമ്പോൾ ചൈന ഈ ഒരു നീക്കം നടത്തുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ മുന്നിൽ കണ്ടാണ്. മാത്രമല്ല അത് മാത്രം എടുത്തു പറയാൻ കഴിയില്ല. ഈ പറയുന്ന അമേരിക്ക നടത്തുന്ന കാര്യങ്ങളോടൊന്നും തന്നെ ചൈനയ്ക്ക് പൊതുവെ ഒരു താല്പര്യമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കാത്തത്. പക്ഷെ ഇത് ലോക രാജ്യങ്ങൾ നോക്കുമ്പോൾ ഒരു നാണം കെട്ട രീതിയിലാണ് ഇന്ന് അമേരിക്ക ഉള്ളത് എന്ന് പറയേണ്ടി വരും. കാരണം ലോകം എല്ലാം നോക്കിക്കാണുവാണ്, ട്രംപ് അങ്ങോട്ടേക്ക് പോകുന്നു, യാതൊരുവിധ കാര്യവുമില്ലാതെ തിരിച്ചു വരുന്നു എന്നുള്ളത്. എന്തായാലും ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ ചൈനയുടെ പിന്തുണ ഉറപ്പാക്കാൻ ട്രംപിന് സാധിച്ചില്ല. ബ്രിക്സിലെ രണ്ട് പ്രമുഖ ശക്തികളായിട്ടുള്ള ചൈനയും റഷ്യയും ഇറാനുമായിട്ടുള്ള ശക്തമായിട്ടുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ഇനി എത്ര തന്നെ പറഞ്ഞാലും അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല. ഒന്നാമത്തെ കാര്യം, അമേരിക്ക വിശ്വാസവഞ്ചന കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചതിയൻ നേതാവ് എന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ രാജ്യമാണ് ഈ അമേരിക്ക. അപ്പൊ അദ്ദേഹം പറയുന്ന പ്രസ്താവനകളും മിനിറ്റുകൾ വ്യത്യാസത്തിൽ മാറ്റി പറയുന്ന കാര്യങ്ങളും ഒക്കെ ഇത്തരം രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ കൊണ്ടുപോയി അവിടെ ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ഒപ്പിടത്തില്ല. ഇനി അമേരിക്ക പറയുന്നതനുസരിച്ച് മറ്റു രാജ്യങ്ങൾ ഇനി നിലപാടുകൾ മാറ്റില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ചൈന ഇതിലൂടെ നൽകിയത്. ഇനി ചർച്ച വൻ വിജയം എന്ന് ട്രംപ് പുറമെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും തന്ത്രപരമായിട്ടുള്ള ഒരു വിഷയത്തിലും ചൈനയെ അനുനയിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ബ്രിക്സിന് ലഭിക്കുന്ന മൈലേജ് കൂടി ഇവിടെ വളരെ വലുതാണ്. കാരണം ഈ ഒപ്പിടാത്ത കാര്യം, ഈ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്, അത് വിപുലീകരിക്കുന്നത്, അത് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ ബ്രിക്സിന് വലിയ രീതിയിലുള്ള ഒരു മൈലേജ് നൽകും. അമേരിക്കയുടെ ഇത്തരം നയതന്ത്ര പരാജയങ്ങൾ ബ്രിക്സ് സഖ്യത്തിന്റെ കരുത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡോളർ രാഷ്ട്രീയവും ഉപരോധങ്ങളും ഉപയോഗിച്ച് ലോക രാജ്യങ്ങളെ ഭീതിപ്പെടുത്തുന്ന അമേരിക്കൻ ശൈലികൾക്ക് വികസന രാജ്യങ്ങൾക്ക് ബ്രിക്സ് എന്ന കുടക്കീഴിൽ ഒന്നിച്ച് അണിനിരക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആധിപത്യം അവസാനിക്കുകയാണെന്നും ചൈനയും ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് സഖ്യം നയിക്കുന്ന ഒരു പുതിയ ആഗോളക്രമം, അതായത് ഒരു ന്യൂ വേൾഡ് ഓർഡർ യാഥാർത്ഥ്യമാവുകയാണെന്നും ഈ ഒരു സംഭവം അടിവരയിടുകയാണ്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് സാമ്പത്തിക ഉപരോധങ്ങൾ. ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അവർ ബ്രിക്സ് വഴി ചൈനയും ഇന്ത്യയും പോലുള്ള വൻ വിപണികളിലേക്ക് നേരിട്ട് പ്രവേശനം നേടുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രാപ്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ വൻകിട എണ്ണ ഉൽപാദക രാജ്യങ്ങൾ ബ്രിക്സുമായിട്ട് സഹകരിക്കുമ്പോൾ ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഈ ഒരു സഖ്യത്തിന്റെ നിയന്ത്രണത്തിലാകും. അത് എണ്ണ വ്യാപാരം ഡോളർ ആയിരിക്കണമെന്ന ദശാബ്ദങ്ങളായിട്ടുള്ള ആഗോള നിയമം ഇതോടെ തകരുകയും ചെയ്യും. അങ്ങനെ ഈ രാജ്യങ്ങൾ ഡോളറിന് പകരം സ്വന്തം കറൻസികളിൽ എണ്ണ വിൽക്കാൻ തുടങ്ങിയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും. ഇറാനും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന സഖ്യം കൂടുതൽ ശക്തമാകുന്നത് മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും അമേരിക്കയ്ക്കുള്ള സ്വാധീനം ഗണ്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യും. അമേരിക്കയുടെ സഖ്യകക്ഷികളായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട് ബ്രിക്സിലേക്ക് അടുക്കുന്നത് വാഷിംഗ്ടണിനെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക നയിക്കുന്ന G7 കൂട്ടായ്മയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പകരക്കാരനായിട്ട് ബ്രിക്സ് മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഐക്യരാഷ്ട്ര സഭയിലും അന്താരാഷ്ട്ര നാണയ നിധിയിലും അമേരിക്ക പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നിരുന്ന കാലം മാറി. വികസന രാജ്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അമേരിക്ക ഏത് നിമിഷവും നിലംപരിശ ആകും എന്നതിൽ സംശയമില്ല. അത്രത്തോളമാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.